ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബിജെപി അംഗത്വം സ്വീകരിച്ചു. എൻജിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന ക്രിസ്മസ് സ്നേഹ സംഗമത്തിലാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 47 കുടുംബങ്ങളും അംഗത്വമെടുത്തു. ജിബിൻ JB വിവരങ്ങളുമായുണ്ട്. ജിബിൻ, ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നിച്ചു നിർത്താനുള്ള ശ്രമം ബിജെപിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഈസ്റ്റർ മുതൽ അങ്ങനെ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. ക്ഷണവും വിരുന്നുമൊക്കെയായിട്ട് ഇപ്പോൾ സഭാ സെക്രട്ടറിയാണ് ബിജെപി അംഗത്വം എടുത്തിരിക്കുന്നത്. തന്നെയാണ് പത്തനംതിട്ടയിലെ NDയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള സംഗമത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ വൈദികൻ BJPയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ ഷൈജു കുര്യൻ എന്ന് പറയുന്ന ഈ ഒരു വൈദികൻ ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. ഈ ഒരു സംഗമത്തിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും മുതിർന്ന ബാബയായിട്ടുള്ള മാർ ക്ലെമിസ് ബാബയും പങ്കെടുത്തിരുന്നു. ഈ ഒരു ഇത്തരത്തിൽ കത്തോലിക്ക ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന വൈദികരെല്ലാം ഒരു പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഇദ്ദേഹം ഇപ്പോൾ BJPയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഈ ഫാദർ ഷൈജു കുര്യനോടൊപ്പം കത്തോലിക്ക സഭയിൽ നിന്നുള്ള 47 ക്രൈസ്തവരായിട്ടുള്ള 47 അംഗങ്ങളും ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 200ഓളം വരുന്ന അല്ലാത്ത സാധാരണക്കാരായ ക്രൈസ്തവരും ഇതിനോടൊപ്പം തന്നെ ഏകദേശം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുമെന്നാണ് ഈ ഒരു സംഗമത്തിൽ അവർ BJPയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും ഇദ്ദേഹം അതായത് വികസിത ഇന്ത്യയാണ് തൻ്റെ സ്വപ്നം. വികസിത ഇന്ത്യയുടെ ഭാഗമാകാൻ BJPയോടൊപ്പം നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മോദിയാണ് ഇന്ത്യ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഒരു കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇന്ത്യ വികസിച്ചതെന്നും ആ ഒരു വികസനത്തിൻ്റെ ഭാഗമാകാനാണ് മോദിയോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം BJPയിൽ ചേർന്നതെന്നുമാണ് ഈ ഒരു ഫാദർ ഷൈജു കുര്യൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സഭയോട് ഇക്കാര്യം അദ്ദേഹം BJPയിൽ ചേരുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു. 47 കുടുംബങ്ങൾ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ അംഗത്വം സ്വീകരിക്കുമെന്നുള്ള കാര്യവും ജിബിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ സഭാംഗങ്ങൾ, ഈ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ BJP അംഗത്വം സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ സഭാവൃത്തങ്ങളിൽ നിന്ന്, സഭാ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരണമോ പരാമർശമോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ? ഇതുവരെയും സഭയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഗമത്തിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ പല സഭകളുടെ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും വൈദികരും ക്രൈസ്തവരായിട്ടുള്ള മറ്റവരുമൊക്കെ തന്നെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി BJP സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ഒപ്പമാണ് ക്രൈസ്തവ സഭ നിൽക്കുന്നതെന്നും ഇനിയും ക്രൈസ്തവരായിട്ടുള്ള ഒട്ടനവധി പേർ BJPയുടെ അതായത് വികസിത ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് BJPയിൽ ചേരുമെന്നും കൂടിയാണ് ഈ ഒരു സംഗമത്തിൻ്റെ ഇടയിൽ കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകുന്നത്.